അപ്പൊ എന്താ റൗട്ടിങ് എന്താ? ആ വായിച്ചു നോക്കിയേ. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ യു ആർ അനുസരിച്ച് പേജ് മാറ്റുന്ന പരിപാടി അതാണ് റൗട്ടിംഗ്. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വിക്കിപീഡിയ, ഓക്കെ, കയറുന്നു, നമ്മൾ വിക്കിപീഡിയയുടെ ലാൻഡിംഗ് പേജിലെത്തി. ഇതാണ് അതിന്റെ ഹോം പേജ്. നമ്മൾ wikipedia.org എന്ന് പറഞ്ഞാൽ അവരുടെ യു ആറിൽ അടിക്കുമ്പോൾ നമ്മൾ എത്തുന്ന പേജാണ് അവരുടെ ലാൻഡിംഗ് പേജ് അഥവാ ഹോം പേജ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടുന്ന് ഞാൻ വേറൊരു പേജിലേക്ക് പോവാം. അതായത് വിക്കിപീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തുള്ള വേറൊരു പേജ്. അപ്പൊ നിങ്ങൾ യു ആറിലേക്ക് നോക്കണേ, എന്താ സംഭവിച്ചേ? അതിന് പറയുന്നത് പാത്ത് എന്ന് പറയും. അതായത് നമ്മളൊരു സൈറ്റിലേക്ക് എത്തി. ഓക്കെ, ആ സൈറ്റിന്റെ ഹോം പേജ് ആയിരിക്കും നമ്മൾ അതിന്റെ ആ ഒരു ഡൊമൈൻ നെയിമിൽ കാണുക, അല്ലെങ്കിൽ അതിന്റെ യു ആറിൽ കാണുക. പിന്നെ അവിടുന്ന് ആ സൈറ്റിലുള്ള ഓരോരോ പേജിലേക്ക് പോകുമ്പോഴും നമ്മുടെ യു ആർ ചേഞ്ച് ആവും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യമേ നമ്മുടെ സൈറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ ബ്രൗസറിൽ പോയിട്ട് wikipedia.org ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും? wikipedia.org എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനുള്ള ആ ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കും. ഓക്കെ, റിക്വസ്റ്റ് അയക്കുമ്പോൾ അവിടുന്ന് റെസ്പോൺസ് ആയിട്ട് അവരുടെ ഹോം പേജ് അയച്ചു തരും, ഒരു പേജ്. ആ പേജാണ് നമ്മൾ ആദ്യം കണ്ട പേജ്. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്തുള്ള ഏതോ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി മറ്റേ ആങ്കർ ടാഗ് ഉണ്ട്. ആങ്കർ ടാഗ് ഉപയോഗിച്ചിട്ട് വരുന്ന വെച്ചാൽ ആ ഒരു പാത്ത് മാറ്റും. wikipedia.org/wiki/main പേജ് അല്ലായിരുന്നോ? അപ്പൊ പാത്ത് മാറും. പാത്ത് മാറുമ്പോഴത്തേക്കും ബ്രൗസറിൽ ഈ ബ്രൗസറിന്റെ ഒരു വെച്ചാൽ നമ്മുടെ യു ആറിനകത്തുള്ള പാത്തില്ലേ, അതിന് പാത്ത് എന്ന് പറയാം. നമ്മുടെ മെയിൻ ഡൊമൈനിന്റെയും കയ്യിലുള്ള ബാക്കി സാധനം സ്ലാഷ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സാധനം, ആ പാത്ത് മാറുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും? ആ സെർവറിലേക്ക് ആ പാത്തിന് വേണ്ടി റിക്വസ്റ്റ് അയക്കും. അപ്പം ഓരോ പേജും ഓരോ പാത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ കേട്ടില്ലേ, മറ്റേ ABC എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാലോ. A.html, B.html, പിന്നെ നമുക്ക് കണക്ട് ചെയ്യാലോ. ഓക്കെ, സമ്മതിച്ചാൽ ഡൊമൈനിലല്ല, അല്ലാതെ HTML തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഹം നോക്കിയോ. ABCD. ഓക്കെ, ഇന്ന് നോക്കിയാൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ടായിട്ട് SF ആയിട്ട് എന്ത് കൊടുക്കും? ഫസ്റ്റ് പേജിലോടായി നോക്കിയേ, ഇവിടെ A.html/A.html. ഞാനിവിടെ B വിളിക്കുമ്പോൾ കണ്ടോ, മറ്റേ അവിടെ വന്നില്ല. ഓക്കെ, അപ്പം ഇത്തരത്തില് നമ്മൾ പേജ് മാറ്റിയുണ്ടോ?
നമ്മൾ ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടുത്തെ പാത്ത് മാറി. അപ്പോൾ എന്ത് ചെയ്യും? ആ പാത്തിലുള്ള പേജ് അയച്ചു തരും. ഇവിടെ ആ ഫയലിന്റെ പേരാണ് മാറുന്നത്. പക്ഷെ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ വേറെ സെർവർ ഇട്ട് കഴിയുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഓരോ പാത്ത് എഴുതും. ഇപ്പോൾ /home/settings/ എന്താ ചുമ്മാ വേറെ എന്തെങ്കിലും ഇപ്പം എന്താ about /users എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാത്തുകൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ പാത്തിലേക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പേജ് അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പഠിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിക്കിപീഡിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഓരോ പേജിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇവിടുത്തെ പാത്ത് മാറും. ഓക്കെ. അവിടെ ആങ്കർ ടാഗ് ഈ പാത്ത് മാറ്റും. അപ്പോൾ പാത്ത് മാറുന്ന സമയത്ത് ബ്രൗസറിനെ ആ പാത്തിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ പാത്തിലുള്ള ആ പേജ് അയച്ചു തരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ പേജസ് വർക്ക് ചെയ്യുക. ഒക്കെ ആണല്ലോ. ഇപ്പം 10 പേജ് ഉള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? 10 HTML ഫയൽ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ HTML ഫയൽ ഓരോ പാത്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഓരോ പാത്ത് മാറുന്നതനുസരിച്ച് ഇവിടുന്ന് റിക്വസ്റ്റ് അവിടുന്ന് റെസ്പോൺസ് ആയിട്ട് ആ പേജ് വരും. ഒക്കെ ആണല്ലോ. ഇങ്ങനെ വർക്ക്. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ആദ്യം ഹോം പേജ് നിൽക്കുന്നു, ഒരെണ്ണത്തെ ക്ലിക്ക് ചെയ്യുന്നു, ഈ പേജ് മാറി അടുത്ത പേജ് വരും. അപ്പോൾ ഓരോ വട്ടം നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടുന്ന് റിക്വസ്റ്റ് വന്നിട്ട് റെസ്പോൺസ് വരുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ ആവശ്യമുണ്ട്, ഇല്ലേ? അപ്പം ഇതിന് പറയുന്ന പേരാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ. ഒക്കെ ആണല്ലോ മൾട്ടി പേജ് ആപ്ലിക്കേഷൻ. അതായത് ഓരോ റിക്വസ്റ്റിനും ഓരോ പേജ് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു ബ്ലോഗ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾ ഇങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഹോം പേജ് വരും. എബൌട്ട് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജ് മാറിയിട്ട് എബൌട്ട് പേജ് വരും. എബൌട്ട് പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലോഡിങ് കാണും. കാര്യം എന്താ? ഇവിടുന്ന് റിക്വസ്റ്റ് പോയി റെസ്പോൺസ് വരണം. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇനി ഇതുപോലെ അതാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ. ഇനി വേറെ ടൈപ്പ് ആപ്ലിക്കേഷൻ, അതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഉണ്ട് വെബ്സൈറ്റുകളിൽ. ഓക്കെ. അപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഇവിടെ ആക്ച്വലി ഒറ്റ പേജേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇതുപോലെ 10 പേജ് ഒന്നും ഇല്ല, ഒറ്റ പേജേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് 10 പേജിലേക്ക് മാറാനായിട്ട് തോന്നും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ട് ഒക്കെ സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പക്ഷേ എന്ത് വേണം? സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പേജ് വേണ്ടേ? നമ്മളിപ്പോൾ ഒരു പേജ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ മാത്രമല്ല റിയാക്ട് ഉപയോഗിക്കാം. ഒന്നിൽ കൂടുതൽ പേജ് വേണമെങ്കിൽ നമുക്ക് റിയാക്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ല. നമുക്കവിടെ റിയാക്ടിനകത്ത് മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ റിയാക്ട് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാ വെച്ചാൽ ഇതിനാകെ ഒറ്റ HTML ഫയലേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ? index.html. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഓരോ പേജ് മാറ്റുമ്പോഴും ഇത് ലോഡ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് പേജ് ലോഡ് ആവുന്ന സമയത്ത്, അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും റിയാക്ടിന്റെ പേജാന്ന് വെച്ചാൽ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫുൾ കോഡിങ് വരും. അതിന്റെ ആകെ ഉള്ള HTML ഫയൽ നിങ്ങൾ എഴുതിയേക്കുന്ന എല്ലാ CSS ഫയലും കൂടെ ഒറ്റ ഫയലായിട്ട് അത് വരും. എല്ലാ ജാവാസ്ക്രിപ്റ്റുകളുടെ ഒറ്റ ഫയലായിട്ട് അത് വരും. പിന്നെ കുറെ ഇമേജസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഫയൽസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് 3 ഫയലേ കാണുള്ളൂ. HTML ഫയൽ, CSS ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ. പിന്നെ ഇമേജിന്റെ ഫയലുകൾ, ഫോണ്ടിന്റെ ഫയലുകൾ അതൊക്കെ വരും. ഇതൊക്കെ ഫസ്റ്റ് ലോഡിങ്ങിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ എബൌട്ട് പേജിൽ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഹോം പേജിലാണ്, നിങ്ങൾ എബൌട്ട് പേജിന്റെ ആ ഒരു പാത്തിൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങളിപ്പോ index.html എന്ന് പറഞ്ഞ പേജാണല്ലോ കാണുന്നത്. ആ പേജിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഈ പേജാണ് സംഭവം. ഈ പേജ് നമ്മൾ ആപ്പിൽ എഴുതുന്ന കോഡാണ് ഇതിനകത്ത് വരിക, അല്ലേ? എന്നിട്ട് നിങ്ങളിപ്പോൾ ഹോം പേജാണ് നിൽക്കുന്നെങ്കിൽ ഇവിടെ ഹോം പേജിന്റെ കോഡ് വരും. നിങ്ങൾ എബൌട്ട് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഹോം പേജിന്റെ കോഡ് മാറിയിട്ട് അവിടെ എബൌട്ട് പേജിന്റെ കോഡ് വരും. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും? പേജ് മാറിയതുപോലെ തോന്നും. ആക്ച്വലി കോഡാണ് മാറുന്നത്. ഒറ്റ പേജേ ഉള്ളൂ. ആ പേജിനകത്തുള്ള കോഡ് പ്രോഗ്രാമാറ്റിക്കലി മാറ്റും. ഓരോ പേജിലേക്ക് നമ്മൾ മാറുമ്പോഴും കോഡ് മാറും. അതല്ലാതെ ഓരോ പേജിനും ഓരോ ഡിഫറെന്റ് HTML ഫയലല്ല, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് HTML പേജ് വരുമല്ല. ഒറ്റ HTML പേജേ ഉള്ളൂ. അതിനകത്തുള്ള കോഡ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റി ഇട്ടിട്ടാണ് നമുക്ക് ആ ഒരു ഇല്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. ഇതിന്റെ ഗുണം എന്താ? ഒന്നാമത്തെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ മൾട്ടിപേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓരോ റിക്വസ്റ്റും സെർവറിൽ പോയിട്ട് റെസ്പോൺസ് വരണം. അപ്പൊ നമുക്ക് ആ ഒരു ലോഡിംഗ് ടൈം ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ അങ്ങനെയില്ല. എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ ലോഡിംഗ് ടൈം കുറച്ച് കൂടുതലാണേ ഉള്ളൂ. പക്ഷെ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത് തോന്നും. മൊബൈൽ ആപ്പൊക്കെ വർക്ക് ചെയ്യില്ലേ, അതുപോലെ നീ പെട്ടെന്ന് വരും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. വൺസ് വന്നു കഴിഞ്ഞാൽ, വൺസ് ആ പേജ് ലോഡ് കഴിഞ്ഞാൽ പിന്നെ ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യാം. കാര്യം എന്താ? എല്ലാ പേജിലും വന്നില്ലേ. ഇനിയിപ്പോൾ നെറ്റ് പോയാലും ഇപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ ഹോം പേജ് നിൽക്കുകയാണ്, നെറ്റ് പോയി എബൌട്ട് പേജ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ആ പ്രശ്നമില്ല. മനസ്സിലായി? അപ്പോൾ യൂസറിന് കുറച്ചുകൂടെ ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് കിട്ടും. ഒരു ആപ്പ് വർക്ക് ചെയ്യുന്ന ഭയങ്കര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് വന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. വേറെ എക്സാമ്പിൾ വെച്ചാൽ ഇപ്പൊ വിക്കിപീഡിയ കണ്ടില്ലേ, നമ്മൾ ഓരോ ക്ലിക്കിലും കണ്ടോ ഒരു ലോഡിംഗ് ഉണ്ട്. നെറ്റ് അത്യാവശ്യം സ്പീഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ ലോഡ് വരില്ലേ.
ഇതേ കേസ് തന്നെ. അപ്പൊ ഇവിടെ ഓരോ പാത്തും മാറുന്നുണ്ട്. പാത്ത് മാറുമ്പോൾ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഇവിടെ നോക്കണേ, കണ്ടോ? റിക്വസ്റ്റ് പോയി റെസ്പോൺസ് വരണം. നമുക്ക് റിയാക്ടിന്റെ പേജിലേക്ക് വരാം. ഓക്കെ, ഇത് റിയാക്ടിന്റെ പേജാ. ഈ പേജിനകത്ത് ഞാൻ നോക്കണേ, ഈ ലേണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും കറങ്ങുന്നുണ്ടോ നോക്കണേ, ഈ ഭാഗത്തായിട്ട്. എല്ലാം പെട്ടെന്ന് അവിടെ വരുന്നുണ്ടോ? അതിന്റെ കാര്യം എന്താ? ഫസ്റ്റ് ലോഡായപ്പോ അത് വലിയ ലോഡിംഗ് ടൈമും ഇല്ല അല്ലേ? ഫസ്റ്റ് ലോഡായപ്പോ തന്നെ ഫുൾ കോഡിങ് വന്നു. ഒറ്റ HTML പേജുള്ളൂ. ആ പേജിനകത്തുള്ള സാധനങ്ങൾ മാറ്റി മാറ്റി ഇട്ടാണ് ഇത് വർക്കാവുക. അപ്പൊ ഇങ്ങനെ വർക്കാവുന്ന ആപ്ലിക്കേഷൻസ് ആണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. ഒറ്റ പേജേ ഉള്ളൂ, പക്ഷെ അതിനുള്ള കോഡ് മാറും. അവിടെ നമ്മൾ ഇഫ് കണ്ടീഷൻ പോലെ സെറ്റപ്പ് എഴുതി വെക്കും. ഇഫ് പാത്ത് ഇതാണെങ്കിലും ഇവിടെ നോക്കണം, ഇവിടെ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാത്ത് മാറുന്നുണ്ട്, കണ്ടോ? പാത്ത് മാറും, പക്ഷെ റിക്വസ്റ്റ് പോവില്ല. പകരം പാത്ത് മാറുമ്പം ഇവിടെ പാത്ത് മാറിയാൽ നമ്മുടെ UI-ക്കകത്തുള്ള കോഡ് മാറും. അതിനുള്ള സെറ്റപ്പ് നമ്മൾ എഴുതി വെക്കും. അങ്ങനെയാണ് മൾട്ടിപ്പിൾ പേജ് ഇവിടെ ക്രിയേറ്റ് ആവുക. മനസ്സിലായി പറഞ്ഞേ? അപ്പൊ ഇതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. നമ്മൾ റിയാക്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. തോന്നരുത്. തന്നെ എന്താ വെച്ചേ? ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ടാ. വെച്ചത് നമുക്ക് ചെയ്യാമെങ്കിൽ. അപ്പം നമ്മളിവിടെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ടാ. അപ്പൊ ഇത് റിയാക്ടിന്റെ ഒരു പാക്കേജ് ആണ്. ഇതും റിയാക്ട് റൗട്ട് ഡൗൺ എന്ന് പറഞ്ഞ പാക്കേജ്. പക്ഷെ ഇത് നമ്മൾ വൈറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടില്ല. കാര്യം നമ്മൾ മൾട്ടിപ്പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മതിയല്ലോ. അതുകൊണ്ട് അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വരില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. റിയാക്ട് റൗട്ട് ഡൗൺ എന്ന് പറഞ്ഞ പാക്കേജ്. ഈ പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ കണ്ടീഷൻ എഴുതാൻ പോകുന്നത്. ഓരോ പാത്തിന് ഓരോ കമ്പൗണ്ട് ലോഡ് ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ ആണല്ലോ? ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അതിനായിട്ട് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. npm create നമ്പർ എത്രയായിരുന്നു? 6 അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണേ. ശ്രദ്ധിക്കണത് കാണല്ലോ നമുക്കിത്. npm i react -router ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ app.jsx ഇല്ലേ, നമ്മൾ ഇത്ര നാൾ അവിടെ ആയിരുന്നു കോഡ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അവിടെ എന്താണോ കൊടുക്കുന്നത് അതാണ് കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഇങ്ങനെ പേജസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ SRC-ക്കകത്ത് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, പേജസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോ പേജ് എഴുതാൻ പോകാം. നമ്മുടെ ആപ്ലിക്കേഷന്റെ ഹോം പേജ് ഉണ്ട്. ഹോം പേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം വരുന്ന പേജ്, ഫസ്റ്റ് ലോഡായി വരുന്ന പേജ് ഉണ്ടല്ലോ, അതാണ് ഹോം പേജ്. ഹോം, അടുത്തത് എബോട്ട്, ഓരോ പേജ് വരെ ഓരോ കമ്പൗണ്ട് ആയിട്ട് നമ്മൾ ഓരോ പേജ് വരെ കമ്പൗണ്ട്. പക്ഷെ നമ്മൾ കമ്പൗണ്ട് ആയിട്ട് എഴുതില്ല, പേജ് എന്ന് പറഞ്ഞിട്ടാണ് കരുതുക. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് ഇതിനകത്ത് ഒരു index.jsx ഫയലും അതുപോലെ home.cs എന്നോ style.cs എന്നോ എന്താണെങ്കിലും കൊടുക്കാം. ഞാനത് കോപ്പി ചെയ്തിട്ടാണ് എളുപ്പത്തിന് വേണ്ടി style എന്ന് കൊടുത്തു. ഓക്കെ, ഹോം വന്നു, ഇമ്പോർട്ട് style.css,
home. Okay. നിങ്ങൾക്കറിയാം ചെയ്യാൻ, എടുക്കുക, കൺട്രോൾ F അടിക്കുക, അപ്പോൾ ഇതെങ്ങനെ സെർച്ച് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഹോമാണ് കിടക്കുന്നത്, അപ്പോൾ ഹോം എല്ലാം സെർച്ച് ആവും. എന്നിട്ട് ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഏത് വെച്ചിട്ടാണോ റീപ്ലേസ് ചെയ്യുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുക. എനിക്ക് എബോട്ട് ആണ് വേണ്ടെങ്കിൽ എബോട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഓപ്ഷൻ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ ഹോമും സെർച്ചായി ഇല്ലേ. ഇത് സ്മോൾ എച്ചാ, പക്ഷെ അതും അങ്ങ് മാച്ചായി. ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, ആ കേസിങ് ഇവിടെ ചെക്ക് ചെയ്യും. അപ്പൊ ഈ 3 ഹോം മാത്രമേ മാറുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇതാണ് റീപ്ലേസ് ഹോം. ഇത് ക്ലിക്ക് ചെയ്താൽ എല്ലാം റീപ്ലേസ് ആവും. ഇനി ഇത് മാത്രം മാറില്ല, അത് മാറണമെങ്കിൽ പിന്നെ മാനുവൽ ചെയ്യേണ്ടി വരും. കൺട്രോൾ F അടിച്ചാൽ മതി. ഓക്കെ, 3 പേജ് ക്രിയേറ്റ് ചെയ്തു, ഹോം, എബോട്ട്, സെറ്റിംഗ്സ്. ഞാൻ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇത്രയും മാത്രം ചെയ്താൽ പോരാ, ഇനി നമുക്ക് കുറച്ച് കോഡുണ്ട്, അതതുപോലെ ചെയ്യണം. നമ്മൾ 3 പേജസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ main.js ഇല്ലേ, ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് റിയാക്ട് റൗട്ട് ഡോമിനകത്തുനിന്ന് ബ്രൗസർ റൗട്ട് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട്, ഇതൊരു കമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തൊക്കെ നോക്കിയേ, നെയിംഡ് എക്സ്പോർട്ട് ആയതുകൊണ്ട് നെയിംഡ് ഇമ്പോർട്ടാണ്, ബ്രാക്കറ്റ് വേണം ഇമ്പോർട്ട് ചെയ്യാം. ബ്രൗസർ റൗട്ട് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് പറയത് ഓക്കെ. എന്നിട്ട് നമ്മുടെ ആപ്പില്ലേ, നമ്മുടെ ആപ്പിനെ ഈ ബ്രൗസർ റൗട്ടർ വെച്ച് റാപ്പ് ചെയ്യാം. ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു കമ്പൗണ്ടാണ്, റിയാക്ട് ഔട്ട് ഡോം എന്ന് പറയുന്ന പാക്കേജിനകത്ത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇതിന് ശേഷം നമ്മുടെ ആപ്പിലേക്ക് വരിക. നമ്മുടെ ആപ്പിനകത്താണ് നമ്മൾ ഓരോ പേജും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വരുന്നു ആപ്പിന് വേണ്ടി ഇമ്പോർട്ട് app.css app equal to സാധാരണ ചെയ്യുന്നതിനെ ആപ്പ് ചെയ്യുന്നു എക്സ്പോർട്ട് ഡിഫോൾട്ട് ആപ്പ്. ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ പേജസ് എല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഹോം പേജ് ഉണ്ടെങ്കിൽ ഹോം, home. അടുത്തേതാ ഇമ്പോർട്ട് എബോട്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പൗണ്ട്സ് ഇല്ലേ, അതേതാ പേജ്, അതിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഹലോ, എന്തോരി ഇടയ്ക്കിടെ ഞാനൊന്ന് നോക്കോ. സെറ്റിംഗ്സ്, ഓക്കെ. 3 പേജ് നമ്മൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ കൊടുക്കാൻ നമുക്ക് ഈ പാക്കേജിനകത്തുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ വരിക, നമ്മുടെ പാക്കേജിനകത്ത് ഇമ്പോർട്ട് റൗട്ട്സ് റൗട്ട്. റൗട്ട്സ് റൗട്ട് എന്ന് പറയുന്ന 2 കമ്പൗണ്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ റൗട്ട്സ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഓരോ റൗട്ട് എഴുതാം. റൗട്ട് എത്ര പേജ് ഉണ്ടോ അത്രയും റൗട്ട്. എന്നിട്ട് ഓരോ റൗട്ടിനും 2 പ്രോപ്സ്. ഒന്നാണ് പാത്ത്, ഹോം പേജിനുള്ള പാത്താണ് സ്ലാഷ്. അപ്പോൾ ഹോം പേജ് ലോഡ് ആകുമ്പോൾ ഇതിനകത്തുള്ള ഏത് കമ്പൗണ്ട് കാണിക്കണം, നമുക്ക് ഹോം അല്ലേ വേണ്ടേ. അപ്പോൾ ഇവിടെ വരിക, എലമെന്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ടാണ്ട് കമ്പൗണ്ട് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഹോമിനെ കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്തേ, നമ്മളിവിടെ വന്നിട്ട് ഇത് കോപ്പി ചെയ്യുന്നു, പാത്ത് സ്ലാഷ് എബോട്ട് എന്ന് കൊടുത്തു. അപ്പൊ ഏത് കമ്പൗണ്ട് കാണിക്കണ്ടേ, എബോട്ട്.
സ്ലാഷ് മീൻസ് നമ്മുടെ ഇനിഷ്യൽ റൗട്ട്, ലോഡ് ആവുന്ന റൗട്ട് ഇല്ലല്ലോ. സ്ലാഷ് ഹോം എന്ന് പറഞ്ഞാൽ സ്ലാഷ് ഹോം എടുത്താലേ വർക്ക് ആവുള്ളൂ. ഇനിഷ്യലി ലോഡായി വരുന്ന സ്ലാഷ് എന്ന് പറഞ്ഞ റൗട്ടാണ്, അവിടെയാണ് നമുക്ക് ഹോം കാണിക്കേണ്ടത്. ഇനി ഇവിടെ സെറ്റിങ്സ്, അതായത് 3 കമ്പൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ ഈ ഒരു സെറ്റപ്പ്, ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കണ്ടീഷൻ പോലെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്യണം. ഈ ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പൗണ്ടിനകത്തെ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. ആ കമ്പൗണ്ടാണ് പേജ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ റൗട്ട്സ് ഇട്ടിട്ട് ഇത് ഇഫ് കണ്ടീഷൻ പോലെ വർക്ക് ചെയ്യും. നമ്മുടെ URL പാത്ത് സ്ലാഷ് ആണെങ്കിൽ ഇതായിരിക്കും നമ്മൾ കാണുക. അതായത് നമ്മുടെ index.js ആയിട്ട് നമ്മുടെ ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്, മെയിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് വരിക, മെയിൻ index.js, സോറി main.js app.jsx. അപ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് ആപ്പിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഹോം പോകണോ എബോട്ട് പോകണോ സെറ്റിംഗ്സ് പോകണോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, നമ്മുടെ പാത്ത് സ്ലാഷ് ആണെങ്കിൽ ഹോം ആയിരിക്കും പോവുക, പാത്ത് എബോട്ട് ആണെങ്കിൽ എബോട്ട് ആയിരിക്കും പോവുക, പാത്ത് സെറ്റിംഗ്സ് ആണെങ്കിൽ സെറ്റിംഗ്സ് ആയിരിക്കും പോവുക. ഓക്കെ, അതായത് ഞാനിത് റൺ ചെയ്യുന്നു. നമ്മളെന്താ കാണുന്നത്, ഹോം പേജ്. ഞാനിവിടെ വന്നിട്ട് സ്ലാഷ് എബോട്ട് എന്ന് കൊടുക്കുന്നു, പേജ് മാറിയണ്ടോ, എബോട്ട് പേജ് ആയി. ഇനി ഇവിടെ വന്നിട്ട് പാത്ത് സെറ്റിംഗ്സ് ആണെങ്കിൽ സെറ്റിംഗ്സ് പേജ്, ഹോം പേജ് കണ്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഓരോ പേജും വരിക, നമ്മുടെ പാത്തിനനുസരിച്ചായിരിക്കും വരിക. ഇപ്പൊ എനിക്ക് ഹോം പേജിൽ നിന്ന് എബോട്ട് പേജിലേക്ക് പോകാൻ വേണ്ടി ലിങ്ക് കൊടുക്കണം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാഗ് കൊടുക്കാം. എബോട്ട് പേജിന്റെ പാത്ത് എന്താ, സ്ലാഷ് എബോട്ട് അല്ലേ, ഫുള്ള് കൊടുക്കണ്ട, പാത്ത് മാത്രം കൊടുത്താൽ മതി, സ്ലാഷ് എബോട്ട്. അതായത് നമ്മൾ എബോട്ട് പേജിന് ഇവിടെ എന്താണോ കൊടുത്തത് അത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് എബോട്ട് ഹോം പേജിലേക്ക് തിരിച്ചാ ലിങ്ക് ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യണം, ഇവിടെ നോക്കണേ, ക്ലിക്ക് ചെയ്തപ്പോൾ എബോട്ട് പേജ് കഴിച്ച് ലോഡായി കണ്ടോ. അത് ആങ്കർ ടാഗിന്റെ ഡിഫോൾട്ട് ബിഹേവിയർ ആണ് ഈ ലോഡ് ആവാന്നുള്ളത്. ഓക്കെ, നമുക്ക് ആക്ച്വലി ലോഡ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞ് റിലോഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് ആങ്കർ ടാഗ് ചെയ്യുന്ന വെച്ചാൽ പാത്ത് മാറ്റി ഒന്ന് റിലോഡ് ചെയ്യും, പാത്ത് മാറ്റിയിട്ട് റിലോഡ് ചെയ്യുന്ന സമയത്ത് ആ പാത്തിലേക്ക് റിക്വസ്റ്റ് പോകും. അങ്ങനെയാണ് മറ്റേ മൾട്ടിപേജ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആ റിലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിയാക്ട് ഔട്ട് ഡോമിന്ന് ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് ഉണ്ട്, അതായിരിക്കും യൂസ് ചെയ്യുക ആങ്കർ ടാഗിന് വരാം. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഇതിന് പകരം ലിങ്ക് ടാഗ് ഉപയോഗിക്കാം. ഇതിനകത്ത് നമ്മൾ ആങ്കർ ടാഗിന് ഇടയ്ക്ക് എഴുതുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം. എന്നിട്ട് ഇവിടെ ലിങ്ക് ടു എന്ന് കൊടുക്കുക, ഈക്വൽ ടു സെയിം സ്ലാഷ് എബോട്ട്. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇനി ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ റിലോഡ് ആവുന്നുണ്ടോ നോക്കിയേ, ഇല്ല, ജസ്റ്റ് പാത്ത് മാറുന്നു, പേജ് മാറുന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ പേജിലും കൊടുത്താലും എല്ലാ പേജിലേക്കും എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോവാം. മനസ്സിലായത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്ന് main.jsx, ഒന്ന് app.jsx. ഇവിടെ ബ്രൗസർ റൗട്ടർ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യുക, എന്നിട്ട് ഇത് ഇതുപോലെ ഇഫ് കണ്ടീഷൻ പോലെ വർക്ക് ചെയ്യും. ഓരോ പാത്തിനനുസരിച്ച് ഓരോ കമ്പൗണ്ട് മാറി മാറി. അപ്പൊ ആദ്യം കമ്പൗണ്ട് ഡിഫൈൻ ചെയ്യണം, അതായത് പേജസ് ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. മനസ്സിലായോ? ട്രൈ നോക്കിയേ. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ അല്ല, മൾട്ടിപ്പിൾ പേജസ് ബിൽഡ് ചെയ്യാൻ. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണ് ഇത് ആക്ച്വലി. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ പേജസ് കൊണ്ടുവരണ്ടേ. അങ്ങനെ പേജസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് ആണ് റിയാക്ട് ഔട്ട് ഡോം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡോം ആ പാക്കേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത പരിപാടി നോക്കിയാൽ നമ്മൾ 3 കമ്പൗണ്ട് സെറ്റ് ചെയ്ത് ഹോം. എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ അതിനകത്ത് റൗട്ട്സ് റൗട്ട് എന്ന് പറയുന്ന 2 കമ്പൗണ്ട് ഉണ്ട്. 2 കമ്പോണൻസാ നമ്മൾ ആ പാക്കേജിൽ നിന്ന് എടുത്ത കമ്പോണൻസാ. റിയാക്ട് ഔട്ട് ഡോം എന്ന് പറഞ്ഞ പാക്കേജിൽ നിന്ന്. എടാ, റിയാക്ട് ഔട്ട് ഡോം എന്ന് പറഞ്ഞ പാക്കേജ് ഇല്ലേ, ആ പാക്കേജിൽ നമ്മൾ എടുത്ത കമ്പോണൻസ് ആണ് റൗട്ട്സും റൗട്ടും. ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് റൗട്ട്സ് ആദ്യം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനകത്ത് ഓരോ റൗട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാത്തും എലമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പൗണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്ത് URL വരുമ്പോൾ ആ കമ്പൗണ്ട് ലോഡ് ആവും. അതായത് ഞാൻ നോക്കിയേ സ്ലാഷ് സെറ്റിംഗ്സ് ഉണ്ടോ, അതുകൊണ്ട് ഞാൻ സെറ്റിംഗ്സ് കമ്പൗണ്ട് ആണ് കണക്ട് ചെയ്തേക്കുന്നത്.
നമ്മുടെ URL സെറ്റിംഗ്സ് എന്ന കമ്പൗണ്ട്. ഇത് പാത്ത് ചെയ്ത എലമെന്റ്. ഈ പാത്ത് വന്നാൽ ഈ എലമെന്റ് വർക്ക് നമ്മൾ കൊടുക്കുന്ന പാത്തില് ഈ ഇപ്പൊ നമ്മൾ സ്ലാഷ് സെറ്റിംഗ്സ് എടുത്തില്ലേ, ഇപ്പൊ ഇവിടെ സ്ലാഷ് ആപ്പിളിന് കൊടുക്കുകയെന്ന് വെച്ചാൽ അപ്പൊ സംഭവിക്കും ഇനി ഞാൻ സെറ്റിംഗ്സ് ഒന്നും വരില്ല, കാര്യം അങ്ങനെ ഒരു പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മളിവിടെ സ്ലാഷ് ആപ്പിളിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ട സെറ്റിംഗ്സ് പേജ് വന്നു. കാര്യം എന്താ, നമ്മളിവിടെ പാത്ത് ഈ ഒരു സ്ലാഷ്, അതായത് നമ്മുടെ ആ ഒരു ഡൊമൈൻ നെയിം ഉണ്ട് ലോക്കൽ ഹോസ്റ്റ് 5173, അത് കഴിഞ്ഞിട്ട് സ്ലാഷ് ആപ്പിൾ വന്നാൽ സെറ്റിംഗ്സ് പേജ് ആയിരിക്കും ലോഡ് ആവുക. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഓരോരോ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകണമെങ്കിൽ പാത്ത് മാറ്റിയാൽ മതി. ഈ എലമെന്റ് അല്ലേ സെറ്റിംഗ്സ് പേജ്. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ, കോൾ ആവുന്നു. അല്ലോടല്ല, പകരം ആ പേജിന്റെ കോഡ് ആയിരിക്കും ആ HTML ഫയലിനകത്തേക്ക് വരിക. HTML ഫയലിനകത്ത് ഇനിഷ്യലി ലോഡ് ആകുമ്പോൾ ഹോം പേജിന്റെ കോഡാണ് കാണിക്കുക. നമ്മൾ പാത്ത് മാറ്റി മതി, ഹോം പേജിന്റെ കോഡ് മാറ്റി ഏത് പാത്താണോ അതിന്റെ കോഡ് ഉണ്ടല്ലോ അതെടുത്ത് നോക്കും. മനസ്സിലായോ? ചെയ്ത് നോക്ക്. റിയാക്ട് റൗട്ടർ ഡോം ആദ്യം NPM ക്രിയേറ്റ് കൊടുക്കുക. ആ പാക്കേജിന്റെ പേരല്ലേ അത്, ഇവിടെ ടൈപ്പ് ചെയ്യാൻ റിയാക്ട് റൗട്ടർ ഡോം. NPM ആയി ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? ആ പാത്ത് മാറ്റിയിട്ട് ആ കമ്പൗണ്ടിലോടാം. നമ്മളിങ്ങനെ കൊടുത്ത സംഭവിക്കുക എന്താ വെച്ചാല്, ഇനി ഈ പാത്ത് വരുമ്പോഴേ ഈ കമ്പൗണ്ടിലോടാവുള്ളൂ. ഈ പാത്താണ് വരുന്നെങ്കിൽ ഈ കമ്പൗണ്ടിലോടാവും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പാത്ത് മാറ്റുന്നുള്ള, നമ്മൾ ആ ഒരു ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പാത്ത് മാറില്ല, സ്ലാഷ് ആവും, പിന്നെ ബോട്ട് ആവും, പിന്നെ ഹോം ആവും, അങ്ങനെ മാറി വരുന്ന സമയത്ത് ഏത് പാത്താണോ വരുന്നത് അതിനനുസരിച്ച് അത് മാച്ചായിട്ട് ആ പാത്ത് മാച്ചായിട്ട് ആ കമ്പൗണ്ടിലോടാവും. മെയിലാണ് ബ്രൗസർ റൗട്ടർ. അതാണ് ശരിക്കും ഈ പേജ് മാറ്റുന്ന ആള്. അതിനൊരു കമ്പൗണ്ട് ആണ്. ഈ കമ്പൗണ്ടിനകത്ത് റാപ്പ് ചെയ്ത റൗട്ട്സ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ആ കമ്പൗണ്ടിനകത്ത്, അതായത് ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞ കമ്പൗണ്ടിനകത്ത് റൗട്ട്സ് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ആപ്പിനകത്ത് റൗട്ട്സ് ചെയ്തേക്കുന്നത്, ആ ആപ്പാണ് ബ്രൗസർ റൗട്ടറിനെ റാപ്പ് ചെയ്തേക്കുന്നത്. റാപ്പ് ചെയ്യുന്നത് അപ്പുറത്ത് എഴുതിയേക്കുന്നത് കണ്ടോ? അതായത് ഈ ബ്രൗസർ റൗട്ടർ ഇല്ലേ, അതിന്റെ ചൈൽഡ് ആണ് ആപ്പ്. അതായത് ലിറ്ററലി നോക്കുവാണെങ്കിൽ ഈ ആപ്പിനകത്താണല്ലോ റൗട്ട്സ് ഉള്ളത്. അതായത് ബ്രൗസർ റൗട്ടറിനകത്താണ് റൗട്ട്സ് വരുന്നത്. ബ്രൗസർ റൗട്ടർ അതിനകത്താണ് റൗട്ട്സും വരുന്നത്. കാര്യം ആപ്പിനകത്തല്ലേ റൗട്ട്സ് ഉള്ളത്. അപ്പൊ അതങ്ങനെ റാപ്പ് ചെയ്ത് വേണം എഴുതാൻ, എന്നാലും വർക്കാവുള്ളൂ. അല്ല, ആക്ച്വലി സംഭവിക്കുന്ന വെച്ചാൽ ഇതാണ് നമ്മുടെ പേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇടുന്ന ആള് ഇന്ന ഒരു പാത്ത് മാറിയെന്ന് വെച്ചാൽ അപ്പൊ പേജ് കൊണ്ടുവന്ന് ഇടത്തില്ലേ, അത് ചെയ്യുന്നത് ഈ ബ്രൗസർ റൗട്ടറാണ്. മതി. അത് ലിങ്ക് ചെയ്തോ? ലിങ്ക് ടാഗ് ഉപയോഗിച്ച്
ഫയൽ ആദ്യം ഹോമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം.